യെസ് വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ, ഇന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇന്ന് കൃത്യം 7:15 ഫ്രണ്ട്സിനെ കൂട്ടിയൊക്കെ വന്നോ. സാർ ഇപ്പോൾ വന്നത് നമ്മൾ കീമോ റിസപ്റ്റേഴ്സ് ബിഹൈൻഡ് സെൻസേഷൻ സംവേദന ഗ്രൂപ്പ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ വെറും 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സെറ്റാക്കി തരാനാണ്. അപ്പോൾ ഇത് റിവിഷൻ ആയിട്ട് മാത്രം എൻ്റെ മക്കൾ കാണാൻ പറ്റുള്ളൂ. കാരണം സാർ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് റിവിഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് 20 മിനിറ്റിൽ ആ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ ഇന്ന് ലൈവിൻ്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൽ ആദ്യം സ്റ്റിമുലൈ ഉദ്ദീപനം പഠിക്കാം. ഉദ്ദീപനം 2 തരമുണ്ട്. എക്സ്റ്റേണലുണ്ട്, ഇന്റേണലുണ്ട്. എക്സ്റ്റേണലുണ്ട്, ഇന്റേണലുണ്ട്. എക്സ്റ്റേണൽ എന്താ പുറത്തുനിന്ന് ഉണ്ടാവുന്നത്, ഇന്റേണൽ ഉള്ളിലുണ്ടാവുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിന് എക്സാമ്പിളാണ്, ഉള്ളിൽ നിന്നുണ്ടാവുന്ന എക്സാമ്പിളാണ് ഹങ്കർ, തേസ്റ്റ്, വിശപ്പ്, ദാഹം എന്നൊക്കെ. ചൂട്, തണുപ്പ്, ഇതൊക്കെ എന്താണ് പുറത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പഠിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ തൊട്ടത്, ഞാൻ ഇവിടെയാണെങ്കിൽ തൊട്ടത്, ഇത് തൊട്ടത് നമുക്ക് അറിയണ്ടല്ലോ. അപ്പോൾ എവിടെയാണോ തൊട്ടത് ആ റിസപ്റ്ററിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും, ആ ഗ്രാഹികളിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിൻ്റെ പേരാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അത് ന്യൂറോൺക്ക് കൈമാറും. അതായത് ആ ചാർജ് വ്യത്യാസം ന്യൂറോൺക്ക് കൈമാറുമ്പോൾ അതിൻ്റെ പേര് ജസ്റ്റ് മാറും. അതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യലായിട്ടാണ് എവിടെക്കെത്തുന്നത്, ബ്രെയിൻ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു ഭാഗം എൻ്റെ മക്കൾ ഈ ഒരു ചിത്രം നോക്കി വെക്കണം. എക്സാം പേപ്പറിൽ ഒരുപാട് പേപ്പറിൽ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നോക്കി വെക്കുക. ഇനി അടുത്തതാണ് നമ്മളെ നേരെ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണ്. കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് കണ്ണിലെ പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷനുള്ള ആൾക്കാർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലാക്രിമൽ ഗ്ലാൻഡ്, നമ്മൾ കണ്ണുനീർ ഗ്രന്ഥിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ലാക്രിമൽ ഗ്ലാൻഡ് ആണ് തിയേഴ്സ്, കണ്ണുനീരുണ്ടാക്കുക. അതിൻ്റെ പ്രത്യേകത നമ്മുടെ കണ്ണിൻ്റെ സർഫസ് മോയിസ്റ്റ്, ഈർപ്പമുള്ളതാക്കുക. അതുപോലെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുക. പിന്നെ നമ്മൾ വേസ്റ്റ്, അതേപോലെ കണ്ണിന് ന്യൂട്രിയൻസ് കൊടുക്കുക. വേസ്റ്റ് മെറ്റീരിയലിനൊക്കെ എലിമിനേറ്റ് ചെയ്യുക. അതേപോലെ ഇതിലുള്ളൊരു എൻസൈമിൻ്റെ പേരാണ് ലൈസോസൈം. ഈ ലൈസോസൈമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ഫ്രം ഇൻഫെക്ഷൻ, അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുക. അപ്പോൾ ലൈസോസൈമിന് ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയിരിക്കണം. ഇനി നമ്മൾ കണ്ണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ചിത്രം ഇത് തന്നെയാണ്. കണ്ണിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ, കണ്ണിൻ്റെ ചിത്രം അടയാളപ്പെടുത്താൻ ചോദിക്കും. ആദ്യം നമുക്ക് 3 ലേയേഴ്സ്, സ്ക്ലീറ, കൊറോയിഡ് റെറ്റിന, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അതിങ്ങനെ കഴിഞ്ഞിട്ട് നേരെ വരുന്നതാണ് കോർണിയ. കോർണിയ കഴിഞ്ഞിട്ട് നമുക്ക് ഐറിസിനെ കാണാൻ പറ്റും. അതിനുള്ളിലാണ് പ്യൂപ്പിൾ. പിന്നെ ഇതാണ് നമ്മുടെ ലെൻസ്. ഈ ചിത്രം എൻ്റെ മക്കൾ നോക്കണം. റെറ്റിനയെ 3ആയി തിരിച്ചിട്ടുണ്ട്. എന്താണ് ഫോട്ടോ റിസപ്റ്റർ സെൽ ലെയർ, ബൈപോളർ സെൽ ലെയർ, ഗാംഗ്ലിയൻ സെൽ ലെയർ. ഇത് പഠിക്കാൻ സാറ് കോഡ് പറഞ്ഞിരുന്നു. ഗംഗ, ബിരിയാണി, ഫോട്ടോ എടുത്തു. ഗംഗ എന്ന് പറഞ്ഞാൽ എന്താ, ഗാംഗ്ലിയൻ സെൽ ലെയർ, ബിരിയാണി, ബൈപോളർ സെൽ ലെയർ, ഫോട്ടോ എടുത്തു. ഫോട്ടോ റിസപ്റ്റർ സെൽ ലെയർ അത് ഇംഗ്ലീഷ് മീഡിയം, അതിന് നോക്കി വെക്കണം. ഗാംഗ്ലിയോൺ കോശപാളി, ബൈപോളർ കോശപാളി, പ്രകാശഗ്രാഹികളുടെ പാളി. മലയാളം എഴുത്തിൻ്റെ ആണ്. ഈ ഭാഗങ്ങൾ നോക്കിയിരിക്കണം. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ക്ലീറ, കൊറോയിഡ് റെറ്റിന, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഇതിന് 3 പോയിന്റ്സ് ആണ്. സ്ക്ലീറ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ഔട്ടർ ലെയറും ഏറ്റവും ബാഹ്യപാളിയാണ്. കണ്ണിന് ഉറപ്പ്, ഫേംനെസ്, അതേപോലെ ദൃഢത ഒക്കെ നൽകുന്നത് ആരാണ്, നമ്മൾ സ്ക്ലീറയാണ്. കൊറോയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡിൽ ലെയറാണ്. അതേപോലെ നമ്മൾ റെറ്റിന, അതായത് ദൃഷ്ടിപടലത്തിന് ഓക്സിജൻ, ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, റെഗുലേറ്റ് ടെമ്പറേച്ചർ. അതേപോലെ തന്നെ രക്തപടലം, അതായത് നമ്മുടെ കൊറോയിഡിൻ്റെ പ്രത്യേകത രക്തപടലം, ഓക്സിജൻ കൊടുത്തു. ഇനി അടുത്താണ് റെറ്റിന പ്രത്യേകതയാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്, അതായത് റോഡ് സെല്ല്, കോൺ സെല്ല്, റോഡ് കോശം, കോൺ കോശം ഒക്കെ കാണപ്പെടും. നമ്മളൊരു വസ്തുവിൻ്റെ ഇമേജ് എവിടെ കാണുക വെച്ചാൽ നമ്മൾ റെറ്റിന എന്നുള്ള 3ാമത്തെ ലെയറിലാണ് കാണുക. ഇത് എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം. ഇത് എൻ്റെ മക്കളോട് വീണ്ടും നമ്മൾ പറയുന്നു, ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വേഗം നിങ്ങൾക്ക് റിവിഷൻ പോലെ എൻ്റെ മക്കൾ കണ്ടാൽ മതി കേട്ടോ. ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആയി. ഇനി ഓരോ ഭാഗത്തിൻ്റെ പ്രത്യേകത. കോർണിയ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെന്താണ്, കണ്ണിലേക്ക് ലൈറ്റ് എത്തിക്കുന്നത് ഏതിലൂടെയാണ്, കോർണിയയിലൂടെയാണ്. ഇതാണ് കോർണിയ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അക്വസ് ചേമ്പർ കാണാൻ പറ്റും. ഇതാണ് അക്വസ് ചേമ്പർ. ഈ അക്വസ് ചേമ്പറിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഏതാണ്, അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ. ഇനി ഇവിടെ നമുക്ക് 2 ഈ ഒരു വടി പോലെ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ഐറിസ്. ഈ ഐറിസ് ആണ്. ഇതിൻ്റെ ഇടയിൽ ഈ ഗ്യാപ്പിന് വിളിക്കുന്ന പേരുടെ പ്യൂപ്പിളിൻ്റെ വലിപ്പം ഇതൊക്കെ ക്രമീകരിക്കുന്നത് ആരാ, ഐറിസ് അല്ലേ. അതേപോലെ ഇതാണ് ലെൻസ്. നമ്മുടെ ലെൻസ് ഏതാ, കോൺകേവ് ലെൻസ് ആണോ, കോൺവെക്സ് ലെൻസ് ആണോ, അത് കമൻറ്റ് ചെയ്യുക എൻ്റെ മക്കൾ. നമ്മുടെ ലെൻസിൻ്റെ പേര് ഏതാണ്, കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇവിടെ നമുക്കൊരു തടിച്ച് നിൽക്കുന്ന ഭാഗമുണ്ട്. ഇതാണ് സിലിയറി പേശി, സിലിയറി മസിൽ, സിലിയറി പേശി, സിലിയറി മസിൽ. അത് നോക്കി വെക്കുക. ഇവിടെ ഈ ചേമ്പറിൻ്റെ പേരാണ് വിട്രിയസ് ചേമ്പർ അല്ലെങ്കിൽ വിട്രിയസ് ആറ. ഇതിനുള്ളിൽ ദ്രാവകത്തിൻ്റെ പേരാണ് വിട്രിയസ് ദ്രവം അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ. സെറ്റാണല്ലോ. അത് എൻ്റെ മക്കൾ നോക്കിയിരിക്കണം. ഇതിന് ഓരോന്നിൻ്റെ ധർമ്മങ്ങളും ഫംഗ്ഷൻസ് ഒക്കെ ഓർത്തിരിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ഒരു ഭാഗം ചിത്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ദ്രാവകത്തെ പേരാണ് അക്വസ് ഹ്യൂമർ. ഇതാണ് വിട്രിയസ് ഹ്യൂമർ. അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവം. അക്വസ് ദ്രവത്തിൻ്റെ പ്രത്യേകത എന്താ, രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യും. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദി ബ്ലഡ് ആൻഡ് റീ അബ്സോർബ് ഇൻ ടു ദി ബ്ലഡ്. അതേപോലെ കോർണിയക്കും ലെൻസിനൊക്കെ ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, റെഗുലേറ്റ് പ്രഷർ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തതാണ് വിട്രിയസ്. ഇതൊരു ജെല്ലി ടൈപ്പാണ്.
വിട്രിയസ് അറ എന്ന് പറഞ്ഞാൽ വിട്രിയസ് അറയിലെ ഇത് ജെല്ലി ടൈപ്പാ. ഈ കണ്ണിൻ്റെ ഷേപ്പൊക്കെ എന്താവുക മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുകയാണ് യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും. അതായത് മാക്ച്യൂല എന്ന് വേറെ പേര് തന്നു കഴിഞ്ഞാലും മറക്കണ്ട, യെല്ലോ സ്പോട്ടിന് വേറെ പേരാ. ഇവിടെയാണ് കോൺസെൽസ് കൂടുതലായി കാണുക. ഇവിടെ നമുക്ക് കളർ വിഷനൊക്കെ കാണാൻ പറ്റുക. ഇനി ബ്ലൈൻഡ് സ്പോട്ട് പറഞ്ഞാൽ എന്താ? ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അന്ധബിന്ദു. നമുക്കൊരു വസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ പ്രതിബിംബം കാണപ്പെടാത്ത ഭാഗം ഏതാണ്? അന്ധബിന്ദു ബ്ലൈൻഡ് സ്പോട്ടിൽ. അവിടെ എന്ത്? ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ ആബ്സെന്റ്. അതായത് പ്രകാശഗ്രാഹികൾ കാണപ്പെടില്ല. ആ ഭാഗം ഓർത്തു വെക്കണം. ഇനി ഒരു ലൈറ്റ് വരുന്ന നമ്മുടെ കണ്ണിലേക്ക് ഒരു ലൈറ്റ് വന്ന് നമ്മൾ കാഴ്ച സാധ്യമാവുന്ന ഫ്ലോ ചാർട്ട് ആദ്യം കോർണിയയിലെത്തും, അക്വസ് ഹ്യൂമറിലെത്തും, പ്യൂപ്പിളിലെത്തും, ലെൻസിലെത്തും, വിട്രസ് ഹ്യൂമറിലെത്തും, റെറ്റിനയിലെത്തും. ഇത് ഓർത്തു വെക്കണം. ഇനി ഐറിസിലെ 2 മസിൽസാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് സർക്കുലർ മസിൽ. സർക്കുലർ മസിൽ പഠിക്കാൻ സിമ്പിളാണ്. ഈ സെൻട്രലാണ് പ്യൂപ്പിൾ. ഇതിനെ ചുറ്റിയിട്ടുള്ളതാണ് ഈ സർക്കുലർ മസിൽ വലിയ പേശി. ഇനി ഇതിനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഇതെന്താണ്? റേഡിയൽ പേശി അല്ലെങ്കിൽ റേഡിയൽ മസിൽസ്. അപ്പോൾ ഇത് ഇൻറ്റൻസ് ലൈറ്റിൽ നല്ല തീവ്രപ്രകാശത്തിൽ ഏതാണ്? ഡിം ലൈറ്റിൽ ആരാണ് കോൺട്രാക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റൻസ് ലൈറ്റിൽ സർക്കുലർ മസിൽ, ഡിം ലൈറ്റ് മങ്ങിയ വെളിച്ചത്തിലാണെങ്കിൽ എന്താ? റേഡിയൽ മസിൽ. ഈ ചിത്രം ചോദിച്ചിട്ട് എക്സാം പേപ്പറിൽ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, നോക്കണം. ഇനി അടുത്തതാണ് മക്കളെ എന്ത്? നമ്മുടെ ലെൻസിന് നോക്കുകയാണെങ്കിൽ ലെൻസിൻ്റെ ഏറ്റവും പുറമേ ഉള്ളതാണ് ക്യാപ്സ്യൂൾ. അതിനുള്ളിൽ നമുക്ക് ചെറിയ സെൽസ് കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് എപ്പിത്തീലിയം. ഈ എപ്പിത്തീലിയം ഉണ്ടാക്കുന്ന ഒരു ഫൈബർ ഉണ്ട്, അതിൻ്റെ പേരാണ് ലെൻസ് ഫൈബർ, ഈ റെഡ് കളറിൽ വെച്ച്. ഇനി ഈ ക്യാപ്സ്യൂളും എപ്പിത്തീലിയവും ഫൈബറൊക്കെ ഉണ്ടാവാൻ കാരണമായ ഒരു പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ക്രിസ്റ്റലിൻ. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ലെൻസിലെ എങ്ങനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുന്ന സമയത്ത് ദൂരെയുള്ള വസ്തുവിനെ നോക്കുന്ന സമയത്ത് എന്താണ് ചേഞ്ചസ് അത് നോക്കി വെക്കണം. നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുന്ന സമയത്ത് സിലിയറി മസിൽ കോൺട്രാക്ട് ചെയ്യും, ലിഗമെൻറ്റ് എന്താവും? ലിഗമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ളതാണ് എന്ത്? ലിഗമെൻറ്റ്. ഇതെന്താവും? റിലാക്സ് ചെയ്യും. എന്നാൽ നമ്മൾ ദൂരത്തുള്ള ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് ലിഗമെൻറ്റ് സ്ട്രക്ചർ ചെയ്യും, സിലിയറി മസിൽ റിലാക്സ് ആവും. ഇത് പഠിച്ചു വെക്കണം. സാറ് പറഞ്ഞ കൃത്യമായി നോക്കി വെക്കണം. ഇനി നമ്മൾ നേരെ പോകുന്നത് റെറ്റിന. ഈ ചിത്രം നോക്കി വെച്ചോ ഒരുപാട് പേപ്പർ കണ്ടിട്ടുണ്ട്. ഇതാണ് റോഡ് സെല്ലിന് ചിത്രം, ഇതാണ് കോൺസെൽ. ഇത് ഏതെങ്കിലും ഒന്ന് തരും ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ 6 പ്രത്യേകത പഠിക്കണ്ടേ. ഒന്ന് സിലിണ്ടറിക്കൽ ഷേപ്പാണ്, കോൺ ഷേപ്പാണ്. അറൗണ്ട് 9 കോടി 9 crores ആണ്. ഇതിലെന്താണ്? 45 lakh ഉള്ളൂ. ഇതിലുള്ള പിഗ്മെന്റിന്റെ പേരാണ് റോഡോപ്സിൻ. ഇതിലെന്താ? ഫോട്ടോപ്സിനും. ഓക്കെ, ഈ റോഡോപ്സിനും ഫോട്ടോപ്സിനും. ഇനി ഇവരിലുള്ള എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനാ. ഇതിൽ റോഡ് സെല്ല് എന്ത് കാണാം? നമുക്ക് രാത്രി സമയത്ത് കാണില്ലേ റോഡ് സെല്ല്. ഇത് മനസ്സിലാക്കാൻ റോഡ് രാത്രി റോഡ് കണ്ടോ? രാത്രി കാണുന്ന എന്താ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാരണം. ഇനി നമുക്ക് കളർഫുൾ ഇമേജ്, ഒരു വസ്തുവിൻ്റെ ഒക്കെ നിറം കാണാൻ സഹായിക്കുന്നത് ആരാ? നമ്മുടെ കോൺസെല്ല. ഇനി ഇതിന് കാരണം ഡിം ലൈറ്റിലെ കാണാം, ഇതാണ്ട് ഇൻറ്റൻസ് ലൈറ്റിലെ കാണാം. ഇനി ഇതിലെ പിഗ്മെൻ്റ് ആണ് റെറ്റിനാലും ഓപ്സിനും. ഇതിൽ തന്നെയാണ് റെറ്റിനാലും ഓപ്സിനും. ആ ഭാഗം നോക്കി വെക്കണം. 6 പോയിന്റ്സ് പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഗ്ലൂട്ടാമേറ്റിനെ കുറിച്ചാണ് എക്സാം പേപ്പറിൽ 100% ഞാൻ പറയുന്നു 100% എന്തായാലും ചോദിച്ചിരിക്കും ഗ്ലൂട്ടാമേറ്റിൻ്റെ ഭാഗം. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കും? പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. പ്രകാശഗ്രാഹികളുടെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എന്ത്? ഗ്ലൂട്ടാമേറ്റ്. ഈ ഗ്ലൂട്ടാമേറ്റിൻ്റെ രാത്രി സമയത്തും പകൽ സമയത്തും ഉണ്ടാകുന്ന വ്യത്യാസം ചോദിക്കും. ഡാർക്ക് ആവുന്ന സമയത്ത് ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അതിന് കാരണം ഓൺ ബൈപോളാർ സെൽസ് ഇനാക്ടിവേറ്റഡ് ഓഫ് ബൈപോളാർ സെൽസ് എന്താവുന്നു? ആക്ടിവേറ്റഡ്. ഇനി അടുത്തതാണ് എന്ത്? ഓഫ് ബൈപോളാർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓഫ് ബൈപോളാർ ഇൻഡിക്കേറ്റ് ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബിഹൈൻഡ് സെൻസേഷൻ എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ ലൈവിൻ്റെ ലിങ്ക് താഴേക്കുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ സ്ക്രോൾ ചെയ്ത ബിഹൈൻഡ് സെൻസേഷൻ സാറ് ഒരുപാട് ഡീറ്റെയിൽ ആയി ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. ഇനി ഡാർക്ക് ആവുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അത് നോക്കി വെക്കണം കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് എന്താണ്? നമ്മൾ ഈ ഇതിൽ പോകുന്നത് നമ്മുടെ കളർ വിഷന് കാരണം അത് കോൺസെല്ലിലെ ഒരു 3 എണ്ണമാണ്. SML, SML. എസ് എന്തിനാ? ബ്ലൂ കളർ. എമ്മോ? ഗ്രീന്, യെല്ലോ, റെഡ്. ഇത് നോക്കി വെക്കണം. ഇതിൻ്റെ പ്രത്യേകത ഇതിന് വ്യത്യസ്തമായ വേവ് ലെങ്ത് ആണുള്ളത്. ഇനി ഈ എസ്സും നോക്കിക്കോ, ഈ ഗ്രീനും റെഡും കളർ കാണാൻ പറ്റാത്തതിന് അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണ് കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്ധത. ഓക്കെ, അപ്പോൾ ഇത് X ക്രോമസോമിലാണ് കാണുക. ഇത് എവിടെയാണ്? ക്രോമസോം നമ്പർ 7 കാണുക. ഇപ്പോൾ ഒരാൾക്ക് X ക്രോമസോമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾക്ക് ഏതൊക്കെ കളർ കാണൂല? ഗ്രീനും റെഡും കാണൂല. ആ അവസ്ഥക്ക് പറഞ്ഞ പേരാണ് കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്ധത. ഇത് കൂടുതൽ കാണുന്നത് ആർക്കാണ്? ആണുങ്ങൾക്കാണ്. ആ ഭാഗത്തുനിന്ന് ചോദ്യത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളൊരു വസ്തുവിനെ ഒരു 2 കണ്ണുകളും കൊണ്ട് ഒരു വസ്തുവിനെ നോക്കുന്നുണ്ടെങ്കിലും അതോടെ വിഷ്വൽ കോർട്ടക്സിലെത്തും. എവിടെത്തും? വിഷ്വൽ കോർട്ടക്സിൽ. അവിടെ വെച്ചിട്ട് ഈ കണ്ണുന്നുള്ള ഇമ്പൾസും ഈ കണ്ണുന്നുള്ള ഇമ്പൾസും രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ബൈനോക്കുലർ ഫ്യൂഷൻ. അത് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്താണ് 3D വിഷൻ കിട്ടുന്നത്. നമ്മൾ ഡിസ്റ്റൻസ് മനസ്സിലാക്കുന്നത്, ഡെപ്ത് ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഏതാ? ബൈനോക്കുലർ ഫ്യൂഷൻ. ഇത് മാത്രം പഠിച്ചേക്കുക കേട്ടോ, ഡിസ്റ്റൻസും ഡെപ്തും മനസ്സിലാക്കാൻ. ഇനി വർണ്ണാന്ധത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു.
ഇനി കണ്ണുണ്ടാകുന്ന കുറച്ച് രോഗങ്ങൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടതാണ് നൈറ്റ് ബ്രൈറ്റ്നസ്, നിശാന്തത, വിറ്റാമിൻ എയുടെ കുറവ് മൂലം. അപ്പോൾ അതിനെന്താണ് നമുക്ക് ആ ഒരു രോഗം ഇല്ലാതാക്കാൻ എന്താ ചെയ്യുക? നമ്മൾ വിറ്റാമിൻ എയുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക. ഇനി ഈ നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്രൈറ്റ്നസ് കൂടിക്കഴിഞ്ഞാൽ വേറെ രോഗത്തിന് കാരണമാവും. അതാണ് സിറോഫ്താൽമിയ, അതായത് പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ഒരുപാട് കാലം വൈറ്റമിൻ എ കിട്ടിയില്ലെങ്കിൽ എന്താവും? നമുക്ക് സിറോഫ്താൽമിയ ഉണ്ടാവും, കോർണിയ ഉണ്ടാവും, ഒപ്പേക്കായി മാറും. ഇനി അടുത്തതാണ് ഷോർട്ട് സൈനസ്. ഷോർട്ട് സൈനസ് എത്ര ഉള്ളൂടാ? അതായത് ഷോർട്ട് സൈനസ് നമുക്ക് ദൂരെയുള്ള കാണാൻ പറ്റൂല, ഷോർട്ട് നിന്ന് അടുത്തുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതിന് കാരണം എന്താ? എൻലാർജ്ഡ് ഐബോളാണ്. അയാൾ എന്താണ്, ഏത് ലെൻസ് ഉപയോഗിക്കുക? കേവ് ലെൻസ് യൂസ് ചെയ്യുക. പിന്നെ കോൺടാക്ട് ലെൻസ് സർജറി ഉണ്ട്. ഇനി അടുത്ത ലോങ് സൈനസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്മോൾ ഐബോൾ, ചെറിയ ഐബോളേക്കും അയാൾ എന്താണ്, കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുക, കോൺടാക്ട് ലെൻസ് സർജറിയും നടത്തുക. ഇനി നോക്കിക്കോ, കട്രാക്സ്, തിമിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് ബിക്കം ഒപ്പേക്ക്. നമ്മളെ ലെൻസ് എന്താണ്, സുതാര്യമായിരുന്നു, അതെന്താവും? അതാര്യാവും. അതെന്താ? ട്രാൻസ്പെറൻറ്റ് ആയിരുന്നു, ഇത് ഒപ്പേക്കായി മാറും. കണ്ടില്ലേ? അപ്പോൾ ഇതിനെന്താ മനസ്സിലായി? ആ ലെൻസ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. ഇനി ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഫെയിലിയർ ഇൻ ദ നമ്മൾ അക്വസ് ഹ്യൂമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്വസ് അറയിലുള്ളത്, അക്വസ് ക്യാമറയിലുള്ളത് എന്താണ്? രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലേക്ക് തന്നെ തിരിച്ചു കയറുന്നു പറഞ്ഞില്ലേ? ഒരാളത് ഫെയിലിയർ ഇൻ ദ റീ അബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. ഈ അക്വസ് ഹ്യൂമറിൻ്റെ റീ അബ്സോർപ്ഷൻ എന്താവുക? സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ പ്രഷർ ഇൻക്രീസ് ആവും, ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവും. ഇവിടെ എന്താണ്? ലേസർ ട്രീറ്റ്മെൻ്റ് ആണ്, അതിൻ്റെ മക്കൾ നോക്കി വെക്കണം. ഇനി അടുത്താണ് കൺജങ്ക്റ്റൈവിറ്റിസ്, നമ്മൾ ചെങ്കണ്ണ്, ഡയബറ്റീസ്, റെറ്റിനോപ്പതി ഒക്കെ കഴിഞ്ഞ ശേഷം അസിഗ്മാറ്റിസ് നോക്കണം. ആൻഡ് ഈവൻ കർവേച്ചർ ഓഫ് കോർണിയ ഓർ ലെൻസ്. ഇവിടെ ഏത് ലെൻസാണ്? സ്പെക്ടക്കിൾ വിത്ത് സിലിണ്ട്രിക്കൽ ലെൻസാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. കോർണിയക്കോ ലെൻസിനും എന്തുണ്ട്? ഹസനീയമായ വക്രത. അതിലെന്തെങ്കിലും വക്രതയിൽ എന്താവുക? നമുക്ക് അൺഈവൻ കർവേച്ചർ, നമുക്ക് ഒരു ലൈറ്റിനൊക്കെ അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള കർവേച്ചർ ആണെങ്കിൽ അവിടെയാണ് എന്ത്? അസിഗ്മാറ്റിസ് ഉണ്ടാവുക. കണ്ണിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി ചെവിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഭാഗങ്ങളാണ്: ബാഹ്യകരണം, മധ്യകരണം, ആന്തരകരണം. ഇന്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഔട്ടർ ഇയർ. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കി വെക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടതാണ് യൂസ്റ്റേഷൻ കനാലിനെ കുറിച്ചാണ് മനസ്സിലാക്കി. ടിംബാനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ, സൗണ്ട് വേവിനനുസരിച്ച് ടിംബാൻ എന്താവും? വൈബ്രേറ്റ് ചെയ്യും. യൂസ്റ്റേഷൻ കനാലിനെ കുറിച്ച് ഇയർ ഓസിക്കിൾ മാലസിംഗസ് സ്റ്റേപ്പീസ് ആണ്. അത് നിങ്ങൾ ഏറ്റവും നോക്കേണ്ടത് യൂസ്റ്റേഷൻ കനാൽ. അതിൽ 4 പോയിന്റ്സ്. ഒന്ന് 4 സെൻറ്റിമീറ്റർ ലോങ്. എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ലോങ് ആണ്. മിഡിൽ ഇയർന്നു എവിടേക്കെത്തുന്നു? ഫാരിങ്സിലേക്ക് എത്തുന്നു. കണക്ട് വിത്ത് മിഡിൽ ഇയർ ടു ഫാരിങ്സ്, മധ്യകർണത്തിൽ നിന്നും ഗ്രസൈനിലേക്ക് എത്തിക്കുന്ന ഭാഗം. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഒരേ സമയത്ത് ക്ലോസ്ഡ് ആയിക്കാരം. 2 സമയത്താണ് ഇത് തുറക്കുക. നമ്മൾ ഭക്ഷണം ചവക്കണ സമയത്ത് ബ്ലോവിങ് നോസ്, മൂക്ക് എന്താണ് ചീറ്റുന്ന സമയത്താണ് നമ്മുടെ യൂസ്റ്റേഷൻ കനാൽ തുറക്കുക. അത് നോക്കി വെക്കുക. 3 പ്രത്യേകത. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടിംബാനത്തിൻ്റെ 2 സൈഡിലുള്ള പ്രഷർ എന്താവുക? ബാലൻസ് ചെയ്യുക. ഹാവ് ടു ബാലൻസ് ദ പ്രഷർ ഓൺ ബോത്ത് സൈഡ് ഓഫ് ടിംബാനം. അതായത് കർണപടത്തിൻ്റെ ഇരുവശത്തുള്ള മർദ്ദം ക്രമീകരിക്കുന്നു. അതേപോലെ ഫെസിലിറ്റേറ്റ് ഫ്ലോ ഓഫ് മ്യൂക്കസ് ആൻഡ് ഫ്ലൂയിഡ് ഫ്രം മിഡിൽ ഇയർ ടു ഫാരിങ്സ്. ആ ചെവിയിലൂടെ നമ്മൾ എന്തെങ്കിലും തുള്ളിമരുന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കയ്പ്പ് അനുഭവപ്പെടില്ല. അതിന് കാരണം എന്താ? ഇവിടെ നിന്ന് ഒരു ഫ്ലൂയിഡൊക്കെ വരുന്നെങ്കിൽ അതിൻ്റെ ഫ്ലോ ഒക്കെ സഹായിക്കുന്നത് ആരാ? യൂസ്റ്റേഷൻ കനാലാണ്. ഓർത്തു വെക്കണം. ഇനി കോക്ലിനെ കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടത് ഈ ചിത്രം നിങ്ങൾ മക്കൾ നോക്കണം. കോക്ലിൽ നോക്കുമ്പോൾ അപ്പർ ചേംബർ ഉണ്ട്, മിഡിൽ ചേംബർ ഉണ്ട്, ലോവർ ചേംബർ ഉണ്ട്. ഈ അപ്പർ ചേംബറിലും ലോവർ ചേംബറിലും ഒരു ഫ്ലൂയിഡാണ് ഉള്ളത്. അതായത് മുകളിൽ അറിയിലും താഴെ അറിയിലും ഒരു ഫ്ലൂയിഡ്, ഒരു ദ്രാവകം ഉള്ളത്. അതിൻ്റെ പേരാണ് പെരിലിംഫ്. ഈ സെൻട്രലിൽ കാണുന്നതാണ് എന്ത്? എൻഡോലിംഫ്. അത് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ ഉള്ളത് ഹെയർ സെൽസ് ഉണ്ട്. അതേപോലെ ഇതിന് വിളിക്കുന്ന പേരാണ് ബേസിലാർ സ്തരം അല്ലെങ്കിൽ ബേസിലാർ മെംബ്രെയിൻ. അത് നോക്കി വെക്കണം. ഇനി നമ്മൾ എങ്ങനെയാണ് സൗണ്ട് കേൾക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം സൗണ്ട് വരുന്ന സമയത്ത് ടിംബാനം വൈബ്രേറ്റ് ചെയ്യും. പിന്നെ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ് വൈബ്രേറ്റ് ചെയ്തിട്ട് ഓവൽ വിൻഡോ വൈബ്രേറ്റ് ചെയ്തും പിന്നെ പെരിലിംഫ് ഇങ്ങനെ പോയി ബേസിലാർ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യും. ഇനി ഇവിടെയാണ് ഓർഗൻ ഓഫ് കോട്ടി നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഹെയർ സെൽസ് ഉണ്ടാവും. ആ ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഇമ്പൾസ് ഉണ്ടാവും. ആ ഇമ്പൾസ് ഒടുക്കെത്തും ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശ്രവണ നാഡി വഴി ഒടുക്കെത്തും മസ്തിഷ്കത്തിലെത്തി നമുക്ക് എന്താവും? കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നു. അതിൻ്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്. എൻ്റെ മക്കൾ എന്താവുക? അത് നോക്കി വെക്കുക. അതിൻ്റെ ഫ്ലോ ചാർട്ട് എവിടെ യെസ്, ആ ഒരു ഭാഗം എൻ്റെ മക്കൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഇതാ ചെവിക്കുട, ഓഡിറ്ററി, ടിംബാനം, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ബേസിലാർ മെംബ്രെയിൻ, ഓർഗൻ ഓഫ് കോട്ടി, ശ്രവണനാടിയിലെ ആവേഗം, ഇമ്പൾസസിൻ്റെ ഓഡിറ്ററി നെർവ്, ബ്രെയിൻ. ഈ ഒരു ഭാഗം കൂടി എൻ്റെ മക്കൾ നോക്കിക്കണം. സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇനി അടുത്തതാണ് വെസ്റ്റിബുലാർ സിസ്റ്റം. ഈ ചിത്രം നിർബന്ധമാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതായത് ചെവിയുടെ ബാലൻസിന് സഹായിക്കും. ചെവി കേൾക്കാൻ മാത്രമല്ല, ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന ആളാണ് വെസ്റ്റിബുലാർ സിസ്റ്റം. അതിൽ പ്രധാനമായിട്ട് 3 ആൾക്കാരാണ്: സെമി സർക്കുലർ കനാല്, ഹെയർ സെൽസ്, വെസ്റ്റിബ്യൂൾ. ഈ 3 ആൾക്കാരെ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബുലാർ സിസ്റ്റത്തിലുള്ള ആൾക്കാർ. ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ആൾക്കാരാണ്: സെമി സർക്കുലർ കനാൽ, ഹെയർ സെൽസ്, വെസ്റ്റിബ്യൂൾ. അത്
അത് നോക്കി വെക്കണം കേട്ടോ. ഇനി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാലും നോക്കിക്കോളൂ, നമ്മുടെ എൻഡോലിംഫ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്, എൻഡോലിംഫ് ഉണ്ട്. ആ എൻഡോലിംഫ് അല്ലേ, സെൻട്രൽ എന്താണ് എൻഡോലിംഫ് അല്ലേ, ഇവർ വൈബ്രേറ്റ് ചെയ്തിട്ട് ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യും, അവിടെ ഇമ്പൾസ് ഉണ്ടാവും. അത് വെസ്റ്റിബുലാർ നാഡി, വെസ്റ്റിബുലാർ സിസ്റ്റം വഴി കൊടുക്കത്തും, വെസ്റ്റിബുലാർ നെർവ് വഴി കൊടുക്കത്തും ബ്രെയിനിലെത്തിയിട്ട് നമുക്ക് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തുനിന്ന് എൻ്റെ മക്കൾ എന്തായാലും നോക്കിയിരിക്കണം, അത് എന്തായാലും എക്സാമിന് ചോദിക്കും. സെമി സർക്കുലർ കാരണം വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ദി ഹെഡ് സെൽസ് സ്റ്റിമുലേറ്റ് ഇമ്പൾസസ് ആർ ഫോർവേഡ്. അങ്ങനെ ആ ഇമ്പൾസ് ഇങ്ങനെ പോയിട്ട് കൊടുക്കത്തും നമ്മുടെ ബ്രെയിനിലെത്തും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടതാണ് നമ്മുടെ സ്മെല്ല് കാരണം എന്താ, ഏതാണോ സ്മെല്ലിന് കാരണമായ, ഇപ്പോൾ സ്പ്രേ അടിച്ചു, ആ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് ഓൾഫാക്ടറി പാർട്ടിക്കിൾ. അത് നമ്മുടെ മൂക്കിലാണ്, നമ്മുടെ മൂക്ക് നോസിൽ എന്തുണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ ശ്ലേഷ്മസ്ഥലം ഉണ്ട്, അതിലെ ശ്ലേഷ്മത്തിലേക്കും, ശ്ലേഷ്മത്തിലാണ് അതിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റർ ഗ്രാഹി, അതിൻ്റെ പേരാണ് ഓൾഫാക്ടറി റിസപ്റ്റർ അല്ലെങ്കിൽ ഓൾഫാക്ടറി അല്ലെങ്കിൽ ഗന്ധഗ്രാഹി. ഇവരെന്താവും, അതിനെ സ്വീകരിച്ചിട്ട് ഇമ്പൾസ് ഉണ്ടാവും. ആ ഇമ്പൾസ് ഗ്രൂപ്പ് ഓഫ് ഓൾഫാക്ടറി നെർവ്, അതായത് ഗ്രന്ഥഗ്രാഹികളുടെ ഒരു കൂട്ടമായിട്ട് കൊടുക്കത്തും ബ്രെയിനിലെത്തിയിട്ട് നമുക്ക് എന്താവും, ഗന്ധം അനുഭവപ്പെടും, സ്മെല്ല് അനുഭവപ്പെടും. അത് നോക്കി വെക്കുക. ഇനി നമ്മൾ അടുത്തതാണെന്ത്, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, നമ്മളൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് നേരെ എടുക്കത്തും നമ്മളെ സലൈവ ഉമിനീരിലേക്കും. ഉമിനീരിനുള്ളിൽ നാവിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്, അതിൻ്റെ പേരാണ് പാപ്പില്ല. എന്താണ് പാപ്പില്ല? ആ പാപ്പില്ലിൻ്റെ ഉള്ളിലാണ് ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, രുചിമുകുളങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതിന് സ്വീകരിക്കാൻ 100ഓളം കീമോ റിസെപ്റ്റേഴ്സ് രാസഗ്രാഹികളുണ്ട്. ഓൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ ഇമ്പൾസ് ഉണ്ടാവും. ആ ഇമ്പൾസ് നെർവ് വഴി എടുക്കത്തും ബ്രെയിൻക്കെത്തും. അത് മാത്രം പഠിച്ചാൽ മതി. ആദ്യം ഭക്ഷണം എടുക്കത്തും, സലൈവ ഉമിനീരിലെത്തും, ഉമിനീരിന് നേരെ എടുക്കത്തും പാപ്പില്ലിൻ്റെ ഉള്ളിലാണ് പോലെ സ്വീകരിക്കാനുള്ള ടേസ്റ്റ് ബഡ്സ് രുചിമുകുളങ്ങൾ. അതിൻ്റെ ഉള്ളിലാണ് കീമോ റിസെപ്റ്റേഴ്സ് രാസഗ്രാഹികൾ. അവിടുന്ന് ഒരു ഇമ്പൾസ് ഉണ്ടാവും. ആ ഇമ്പൾസ് ബ്രെയിൻക്ക് ന്യൂറോൺ വഴി എത്തും. ഏത് ന്യൂറോണിൻ്റെ പേര് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സ്കിന്നിലേക്ക് പോകുമ്പോൾ ഈ 7 ചിത്രം പഠിക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 3-മത്തത്, 5-മത്തത്, 6-മത്തത്. ഈ ഒരു റിസെപ്റ്റേഴ്സിൻ്റെ പേര് പഠിക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ എന്താണ് സിംറ്റംസ് പഠിച്ചു പോകണം. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും 2 മാർക്കിന് എന്തായാലും ചോദിക്കും. അതിൻ്റെ പേരാണ് മക്കളെ ഓരോ ജന്തുക്കളിൽ ഉണ്ടാകുന്നത് യുഗ്ലീനയിൽ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് യുഗ്ലീനയിൽ ഐസ്പോട്ട്, സ്റ്റിഗ്മ, എന്താണ് ലൈറ്റിൻ്റെ പ്രസൻസ് മനസ്സിലാവാനാണ്. ഇനി അടുത്ത് ഇൻസെക്റ്റ്, നമ്മളെ ഈച്ചതിൽ ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും. ഈച്ചകൾക്ക് എത്ര കണ്ണുണ്ട്, ഒരുപാട് കണ്ണില്ലേ, അതാണ് കോമ്പൗണ്ട് ഐ. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയ, ഒമാറ്റിയുടെ കൊണ്ട് ഉണ്ടാക്കിയ കോമ്പൗണ്ട് ഐ ഉണ്ട്. അതേപോലെ ആൻറ്റിനകൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ കൂറകളൊക്കെ നോക്കുന്ന, കോക്രോച്ച് നോക്കുന്ന സമയത്ത് മുമ്പിൽ ഉണ്ടാവില്ല ആൻറ്റിന. അപ്പോൾ ഇതിൽ 2 സാധനം പഠിച്ചാൽ മതി, കോമ്പൗണ്ട് ഐ, ആൻറ്റിന ഇൻസെക്റ്റിലാണെങ്കിൽ. ഇനി നമ്മൾ ബാറ്റിലാണെങ്കിൽ എക്കോ ലൊക്കേഷൻ, പരുന്തിലാണെങ്കിൽ നമ്മൾ എന്താണ് ഹൈ വിഷൻ, അല്ലെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ ഒരു വസ്തുവിനെ വന്ന് റാഞ്ചി കൊണ്ടുപോയില്ലേ. സ്നേക്ക് ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പേപ്പറിൽ തെറ്റിച്ച് ചോദിക്കലാണ്, സ്നേക്കിൻ്റെ അവിടെ ചോദിക്കും. അതാണ് ജേക്കബ്സൺസ് ഓർഗൻ, ജേക്കബ്സൺസ് അവയവം. അതേപോലെ ഡോഗ് ആണെങ്കിൽ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. അത് നോക്കി വെക്കണം, ഇത് നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പോൾ നമ്മൾ 4ാം ചാപ്റ്റർ ഉണ്ട്, 3ാം ചാപ്റ്റർ ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ന് 7:15 സാർ ഇന്ന് വരുന്നുണ്ട്. എൻ്റെ മക്കൾ എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് അതിൽ വരണം. സാർ കഴിഞ്ഞ ഓണം എക്സാം നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞ 30 മാർക്കിന് മുകളിലാണ് വന്നത്. ക്രിസ്മസ് എക്സാമും 35 മാർക്കിന് മുകളിൽ എന്തായാലും വരും, ഷുവറാണ്. അപ്പോൾ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വാ, നമുക്ക് അവിടുന്ന് പൊളിക്കാം.